ലൈഫ് മിഷൻ കേസ് വീണ്ടും ചൂടുപിടിക്കുന്നു. സ്വപ്ന സുരേഷിനെ 3 മണിക്കൂർ ചോദ്യം ചെയ്ത് വിജിലൻസ്. കുറ്റപത്രത്തിന് മുന്നോടിയായി തന്നെ നിർണായക നീക്കം. ഇതോടുകൂടി തന്നെ വീണ്ടും പിണറായി വിജയന് കുരുക്ക് മുറുകുകയാണ്. വീണ്ടും ലൈഫ് മിഷൻ കേസ് കുത്തിപ്പൊക്കുന്നതിൽ വ്യക്തമായ പദ്ധതി വി.ഡി. സതീശൻ സർക്കാരിനുണ്ടാകുമെന്നും കണക്കുകൂട്ടൽ. ലൈഫ് മിഷൻ കേസിൽ വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങിയതിന്റെ മുന്നോടിയായാണ് വീണ്ടും സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് 6 കോടി രൂപയുടെ അഴിമതി നടന്നതായി സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. ലൈഫ് മിഷൻ കോഴ കേസിൽ നിർണായക വഴിത്തിരിവായി തന്നെ 2ാം പ്രതിയായ സ്വപ്ന സുരേഷിനെയാണ് ഇന്ന് 3 മണിക്കൂറോളം തന്നെ വിജിലൻസ് ചോദ്യം ചെയ്തത്. തിരുവനന്തപുരം മുട്ടത്തറയിലെ വിജിലൻസ് ഓഫീസിൽ രാവിലെ 11 മണിയോടെയായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി തന്നെ തെളിവുകളും മൊഴികളും വീണ്ടും പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച സ്വപ്ന സുരേഷ് ഇത് പുതിയ കേസല്ല എന്നും പഴയ കേസിന്റെ തുടർച്ചയായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഹാജരായതെന്നും വ്യക്തമാക്കി. അതേസമയം പുതിയ സർക്കാർ വന്നാൽ പുതിയ അന്വേഷണം വരും എന്ന പരാമർശവും അവർ നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിൽ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏകദേശം 6 കോടി രൂപയുടെ കോഴ ഇടപാട് നടന്നുവെന്ന ഗുരുതര ആരോപണമാണ് ഈ കേസിന്റെ പ്രധാന ആധാരമായി പറയുന്നത്. ഈ ആരോപണങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തു തന്നെയായാലും പിണറായി, അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതിയിൽ പോലും അദ്ദേഹം വീണ്ടും ഒരു പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മകൾ വീണ വിജയന്റെ CMRL കേസ് ഒതുങ്ങി തീരുന്നതിന് മുൻപെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കോഴ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നത്. അതേസമയം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപേ തന്നെ പ്രതികളുടെ മൊഴികൾ വീണ്ടും രേഖപ്പെടുത്തി അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തേക്ക് കടക്കുകയാണ് വിജിലൻസ്. സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലുകളോട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളോ മൊഴികളോ കേസിന്റെ ഗതി മാറുമോ എന്ന ആകാംക്ഷയിലാണ് ഇവിടെ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. കേരളത്തിലെ ഭവനരഹിതരായ എല്ലാ പാവപ്പെട്ടവർക്കും സുരക്ഷിതമായ വീടുകൾ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പാർപ്പിട സുരക്ഷാ പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി. വീടില്ലാത്തവർക്ക് വീടും സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഫ്ളാറ്റുകളും നിർമ്മിച്ചു നൽകുന്നതിനോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് ഉപജീവന മാർഗവും സാമ്പത്തിക ശാക്തീകരണവും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. 2020 സെപ്റ്റംബറിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ വിദേശ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട അഴിമതി കേസ് പുറത്തുവരുന്നത്. അതേപോലെ തന്നെ UAE റെയ്ഡ് ക്രസ്റ്റിൽ നിന്ന് പാവങ്ങൾക്കായി തന്നെ വീട് നിർമ്മിക്കാൻ ലഭിച്ച 20 കോടി രൂപയിൽ കോടികളുടെ കോഴയും കള്ളപ്പണ ഇടപാടും നടത്തിയെന്നതായിരുന്നു പ്രധാന ആരോപണം. പദ്ധതിയുടെ കരാർ ലഭ്യമാകുന്നതിനായി തന്നെ യൂണിടാക് ബിൽഡേഴ്സ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മുൻ ഉദ്യോഗസ്ഥരും കോൺസുലേറ്റ് പ്രതിനിധികളും ചേർന്നുകൊണ്ട് കമ്മീഷൻ കൈപ്പറ്റി എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്ന് കണ്ടെത്തിയതും. അതുമാത്രമല്ല വിദേശ സഹായ നിയന്ത്രണ നിയമം ലംഘിച്ചെന്ന് കാണിച്ചുകൊണ്ട് 2020 സെപ്റ്റംബറിൽ CBI കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെ സംസ്ഥാന വിജിലൻസും അന്വേഷണം ആരംഭിച്ചതാണ്. പക്ഷേ വിജിലൻസ് പിണറായി സർക്കാരിന് കീഴിൽ ആയതിനാൽ തന്നെ സ്വാഭാവികമായും ഈ ഒരു അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത് തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സർക്കാർ മാറിയതോടുകൂടി തന്നെ UDF സർക്കാർ മുൻ പിണറായി സർക്കാരിനെ അവിടെ അടിമുടി തന്നെ ഈ ഒരു വിഷയത്തിൽ കുരുക്കിട്ട് മുറുക്കാനുള്ള എല്ലാ പദ്ധതികളുമാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ആക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.